സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബലാത്സംഗ ശ്രമത്തിനിടെ സ്വാമിയുടെ ലിംഗം ഛേദിക്കപ്പെട്ട കേസ് വഴിത്തിരിവിലേക്ക്. കേസിൽ പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴികൾ വൈരുദ്ധ്യമുണ്ടെന്ന് നേരത്തെ പോലീസ് സംശയിച്ചിരുന്നു. സ്വാമി ബലാത്സംഗം ചെയ്തപ്പോഴല്ല ലിംഗം ഛേദിക്കപ്പെട്ടതെന്നാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴികൾ പച്ചക്കള്ളമാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവ ദിവസം വീട്ടിലെത്തിയ സ്വാമി തന്റെ മുറിയിലെത്തിയെന്നും ഉറങ്ങിക്കിടന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കവേ പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് സ്വാമിയുടെ ലിംഗത്തിനു നേരെ കത്തി വീശുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. എന്നാൽ താൻ സ്വയം ലിംഗം മുറിക്കുകയായിരുന്നുവെന്നാണ് സ്വാമിയുടെ മൊഴി. താൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സ്വാമി പറയുന്നു. എന്നാൽ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴികൾ ഇതിന് വ്യത്യസ്തവുമാണ്. മൂവരുടെയും മൊഴികളും സാഹചര്യ തെളിവുകളും കൂട്ടി വായിച്ച പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റൊരു നിഗമനത്തിലേക്കാണ്. നിയമ വിദ്യാർത്ഥിനിയായിരുന്ന യുവതിയുമായി 7 വർഷത്തോളമായി സ്വാമിക്ക് ബന്ധമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ 17-ാം വയസ്സിലാണ് സ്വാമി ആദ്യമായി വീട്ടിലെത്തുന്നത്. പെൺകുട്ടിയുടെ അമ്മയുമായി സ്വാമിക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. തളർന്നു കിടക്കുന്ന പിതാവിനെ ചികിത്സിക്കാനെത്തിയ സ്വാമി പിന്നീട് അമ്മയുമായി അടുക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം പെൺകുട്ടിയുമായി സ്വാമി അടുത്തു. ഇരുവരും ഒന്നിച്ചു ചില യാത്രകൾ വരെ നടത്തിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി സ്വാമി പെൺകുട്ടിയുമായി കോലഞ്ചേരിയിലെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് സ്വാമിയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. സമാനമായി പെൺകുട്ടിയുമായി സ്വാമി പല സ്ഥലങ്ങളും കറങ്ങിയിട്ടുമുണ്ട്. എന്നാൽ സ്വാമിക്ക് അമ്മയോടുള്ള സ്നേഹം പെൺകുട്ടിക്ക് അംഗീകരിക്കാനാവില്ലായിരുന്നു അത്രേ. പലതവണ ഇക്കാര്യം അമ്മയോടും സ്വാമിയോടും പറഞ്ഞിട്ടുമുണ്ട്. ഇടയ്ക്കിടെ പൂജയുടെ മറവിൽ വീട്ടിലെത്തുന്ന സ്വാമി അമ്മയ്ക്കൊപ്പം അന്തി ഉറങ്ങുന്നത് യുവതി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അമ്മയുടെ കിടപ്പറയിൽ കയറുന്ന ശീലം ഉപേക്ഷിക്കണമെന്ന് പലതവണ പെൺകുട്ടി സ്വാമിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും രാത്രിയിൽ സ്വാമിക്ക് പ്രിയം അമ്മയോട് തന്നെയായിരുന്നു. ഇതിൽ മനം നൊന്ത പെൺകുട്ടിക്ക് സ്വാമിയോട് തീർത്താൽ തീരാത്ത വിരോധം ഉടലെടുക്കുകയായിരുന്നു. സംഭവ ദിവസം വീട്ടിലെത്തിയ സ്വാമി പതിവ് പോലെ പൂജകൾ കഴിഞ്ഞ് അമ്മയോടൊപ്പം കാമകളികൾ നടത്തി. തൊട്ടടുത്ത മുറിയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് യുവതിയും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് മുറിയിൽ വിശ്രമത്തിനെത്തിയ സ്വാമിയെ പെൺകുട്ടി 22 ഫീമെയിൽ മോഡലിൽ ലിംഗം ഛേദം നടത്തുകയായിരുന്നു. എന്നാൽ ഉദ്ദേശിച്ചതുപോലെ ആയില്ല കാര്യങ്ങൾ. സ്വാമി അലമുറയിട്ട് മുറവിളിച്ചതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ പെൺകുട്ടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു.